نحمده ونستعينه ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون أن هذا لفي الصحف الأولى صحف إبراهيم وموسى وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ ഈ ബലിപ്പെരുന്നാൾ സുദിനത്തിൽ ആദ്യമായി എല്ലാവർക്കും ഊഷ്മളമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും കഠിന പരിശ്രമത്തിൻ്റെയും ചരിത്രവുമായാണ് ബലിപ്പെരുന്നാൾ എത്തുന്നത്. പ്രവാചകന്മാരുടെ പിതാവെന്നറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അബ്രഹാം പ്രവാചകന്റെ ത്യാഗോജ്ജലമായ ജീവിത ചരിത്രമാണ് ഹജ്ജിലും ബലിപ്പെരുന്നാളിലും ഏറ്റവും കൂടുതലായി നാം ഓർക്കുന്നതും നാം അറിയുന്നതും. മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനമായിരുന്നു ആ മഹാപ്രവാചകന്റെ ജീവിതം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന എല്ലാ പ്രവാചകന്മാരും എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിച്ച ആ ഒരു സന്ദേശത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവും മനുഷ്യന് ജീവൻ നൽകുന്നവനും മനുഷ്യന്റെ ജീവൻ അവസാനിപ്പിക്കുന്നവനുമായ സൃഷ്ടികർത്താവായ ദൈവം പടച്ച തമ്പുരാൻ ആ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നത് നമ്മൾ ഇന്ന് മുഴക്കിയ തക്ബീർ ധ്വനികളും അതാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഒരാരാധ്യനില്ല എന്ന്. നന്മയ്ക്ക് വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം ജീവിക്കുന്ന പ്രദേശത്തിന്റെ സമാധാനവും സുരക്ഷയും തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വെച്ച് നടത്തിയ കുറെ പ്രാർത്ഥനകളുണ്ട്. അതിൽ ഒരു പ്രാർത്ഥന റബ്ബ് ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നീ സുരക്ഷിതത്വമുള്ള പ്രദേശമാക്കണമേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ പ്രദേശത്തെ ആളുകൾക്ക് ഫലങ്ങളും പഴങ്ങളുമൊക്കെ നൽകി അവർക്ക് ഭക്ഷണം നൽകണമേ എന്ന്. മറ്റു നാട്ടുകാരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയണമേ എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ പ്രദേശത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി നാം കഠിന പരിശ്രമം ചെയ്യണം. രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയും ഐക്യത്തിനു വേണ്ടിയും ഈ സുദിനത്തിൽ നാം പ്രതിജ്ഞ പുതുക്കണം. പലതരത്തിലുള്ള വിഭാഗീയതകളും അകൽച്ചകളും കൂടിക്കൂടി വരുന്ന ഈ കാലത്ത് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് എന്ന വിശ്വാസത്തോടും വികാരത്തോടും കൂടി നമ്മൾ ജീവിക്കണം. നാനാത്വത്തിൽ ഏകത്വമെന്നും ബഹുസ്വര സമൂഹത്തിലെ മര്യാദയെന്നും പറയുന്നത് അതിനെക്കുറിച്ചാണ്.
നമ്മുടെ നാടിന്റെ പാരമ്പര്യം അതാണ്. ലോകോത്തരമായ ഒരു ഭരണഘടനയും നമുക്കുണ്ട്. ഇത് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ശേഷം നടത്തിയ ഹജ്ജാണ് ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്. ആ ഹജ്ജിൽ അറഫായിലും മിനായിലും വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വന്ന ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയുണ്ടായി. അതിൽ മനുഷ്യ കുലത്തിന്റെ ഏകത്വത്തെ കുറിച്ച് പറയുകയുണ്ടായി. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ നാഥൻ ഒരുവനാകുന്നു. നിങ്ങളെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ ഏകനായ ദൈവമാണ്, അല്ലാഹുവാണ്. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരുവനാണ്. ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണ് എല്ലാവരും. ഒരേ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ് എല്ലാവരും. കുല്ലുക്കും ലിആദം, നിങ്ങളൊക്കെ ആദമിൽ നിന്നുള്ളവരാണ്. ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ്. വആദം മിൻ തുറാബ്, ആദമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ ഒരു വിഭജനവുമില്ല. ലാ ഫദല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ, അറബി വംശജന് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലിഅബിയദ അലാ അസ്വദ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ എന്ന്. മനുഷ്യന്റെ മനസ്സിലുള്ള സൂക്ഷ്മതാബോധം, ധർമ്മനിഷ്ഠ, ഇതുകൊണ്ടാണ് ഓരോരുത്തരും മഹാനായി തീരുന്നത് എന്ന് ചുരുക്കം. ഇന്ന് ലോകത്ത് നോക്കൂ, നമുക്ക് എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണാം, ഉച്ചനീചത്വങ്ങൾ കാണാം. അവർണനും സവർണനും എന്ന വ്യത്യാസം, ഉന്നതകുല ജാതനും താഴ്ന്നവനും വ്യത്യാസം, വെളുത്തവനും കറുത്തവനും എന്ന വ്യത്യാസം, പാശ്ചാത്യനും പൗരത്വനും എന്ന വ്യത്യാസം. ഈ വ്യത്യാസങ്ങളൊക്കെ തന്നെ മനുഷ്യനുണ്ടാക്കിയതാണ്. ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമി വലാ ലിഅബിയദ അലാ അസ്വദ. അതാണ് നമ്മുടെ ആദർശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ആദർശവും അത് തന്നെയാണ്. ചൂഷണമാണ്, നമുക്ക് കാണാം ഇന്ന് ചൂഷണമാണ് എവിടെയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നടത്തിയ ഖുത്ബത്തുൽ വദാ, ആ വിടവാങ്ങൽ പ്രസംഗം, ലോക ചരിത്രത്തിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നത് മനുഷ്യാവകാശ പ്രഖ്യാപനമെന്നാണ്, ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ എന്നാണ്. നമുക്ക് കാണാം ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ UN പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചത് 1950-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത് 14 നൂറ്റാണ്ട് മുമ്പാണ്. എന്താണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞ മനുഷ്യാവകാശങ്ങൾ? ജീവിക്കുവാനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം, സഞ്ചരിക്കുവാനുള്ള അവകാശം, സ്ത്രീകളുടെ അവകാശം, ഇതൊക്കെയാണ് മനുഷ്യാവകാശമായി നിർണയിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മനുഷ്യരെന്ന നിലയിൽ ജീവിക്കുവാൻ അവകാശമുണ്ട് എന്ന് അന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല, സമൂഹത്തിലുള്ള എല്ലാ ചൂഷണങ്ങളെയും അദ്ദേഹം നിരോധിക്കുകയും ചെയ്തു. സാമ്പത്തിക ചൂഷണം എല്ലാ രംഗത്തും നമുക്ക് കാണാം. പണക്കാരായ ആളുകൾ കൂടുതൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി പാവം മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥയായിരുന്നു റിബ. കടം കൊടുത്തതിനേക്കാൾ കൂടുതൽ തിരിച്ചു വാങ്ങുന്ന ഏർപ്പാട്, പലിശ. കഷ്ടപ്പെടുന്നവൻ കൂടുതൽ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന റിബൽ ജാഹിലിയത്തി മൗദൂൻ. നിങ്ങൾ ഓർക്കണം, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഈ റിബാ സമ്പ്രദായം അതിതാ നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ നിരോധനം നടപ്പിലാക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അവ്വലു റിബൻ അലഅഹു റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ആദ്യമായി ഞാൻ നിരോധിക്കുന്ന റിബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്താപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ റിബയാണ്, പലിശയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇനി ആരും യാതൊരു റിബയും തരേണ്ടതില്ല. ഇപ്പൊ നോക്കൂ, നമുക്ക് കാണാം പല ഓർഡറുകളും വരുമ്പോൾ, സർക്കാരിന്റെ പല ഉത്തരവുകളും വരുമ്പോ പറയും ഇന്ന കാലത്തിന് മുമ്പുള്ളതിനൊക്കെ അനുവാദമുണ്ട്, അതിന് ശേഷമുള്ളതിനാണ് ഇത് ബാധകം.
ക്വാളിഫിക്കേഷൻ പുതുതായി ഉണ്ടാക്കുമ്പോൾ പറയും ഇത്ര കാലത്തിന് മുമ്പ് ചേർന്ന ആളുകൾക്കൊക്കെ അതിൽ ഒഴിവുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ഓർഡർ ഉണ്ടാക്കുന്ന ആളോ പാർട്ടിയോ മന്ത്രിയോ ബന്ധപ്പെട്ട വലിയൊരു ഉദ്യോഗസ്ഥനോ ആയിട്ടുള്ള ഒരാൾക്ക് അയാളുമായി ബന്ധപ്പെട്ട കുറെ ആളുകളെ രക്ഷപ്പെടുത്താനുണ്ടാവും. അതിനാണ് ഈ സമയത്തിലും കൊല്ലത്തിലും ക്വാളിഫിക്കേഷനിലും ഒക്കെ പരിധി വെക്കുന്നത്. കാരുണ്യത്തിന്റെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങൾക്ക് കിട്ടേണ്ട പലിശ, ഞങ്ങളുടെ കുടുംബത്തിലേക്കുള്ള പലിശ, അതാണ് അവിടെ വെച്ച് പ്രഖ്യാപനം നടത്തി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന ദിമാഅൽ ജാഹിലിയ്യത്തി മൗദൂഅ, ജാഹിലിയ കാലത്തുള്ള കുടിപ്പക, രക്തപ്പക അത് നിരോധിച്ചിരിക്കുന്നു. അതെന്താ? അത് ഒരാളെ മറ്റൊരാൾ കൊന്നാൽ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട രണ്ട് ഗോത്രത്തിൽപ്പെട്ടവരാണെങ്കിൽ ആ ഗോത്രത്തിൽപ്പെട്ടവർ സംഘടിച്ച് ഈ ഗോത്രത്തിൽപ്പെട്ടവരെ കൊല്ലും. അത് 100, 200, 500 കൊല്ലം കഴിഞ്ഞാലും ആ കുടിപ്പക അങ്ങനെ നിലനിന്ന് പോരുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കലാപത്തിൽ അന്ന് പങ്കെടുത്ത ആളുകള് ശരിയായാലും തെറ്റായാലും ആളുകളെ കൊന്നാൽ ഇന്ന് ജീവിക്കുന്ന നമ്മൾ എന്തിനാണ് അതിന് പകരം വീട്ടുന്നത്? അതിൽ കാരുണ്യത്തിന്റെ ഒരു വശം ഇല്ലല്ലോ, മനുഷ്യത്വത്തിന്റെ വശം ഇല്ലല്ലോ. അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, അന്ന് ജാഹിലിയ കാലത്ത്, അന്ധകാരത്തിന്റെ അജ്ഞതയുടെ കാലത്ത് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഈ രക്തപ്പക സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അവിടെയും പറഞ്ഞു നമ്മുടെ കുടുംബത്തിലുള്ള ഇന്ന വ്യക്തിയുടെ പേരിൽ നടക്കുന്ന രക്തപ്പക ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന്. എന്നും ചൂഷണത്തിന് വിധേയരാകുന്ന വലിയൊരു വിഭാഗമാണ് സ്ത്രീകൾ. സമൂഹത്തിന്റെ പകുതിയോളമോ പകുതിയിലധികമോ വരുന്ന നമ്മുടെ സഹോദരിമാർ ഈ 21ാം നൂറ്റാണ്ടിൽ ടെക്നോളജിയുടെയും സയൻസിന്റെയും AI-യുടെയും ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ പോലും അവർ പീഡിപ്പിക്കപ്പെടുന്നു. പുറത്തു മാത്രമല്ല, ഡൊമസ്റ്റിക് വയലൻസ്, വീട്ടിന്റെ ഉള്ളിൽ അവർക്ക് പീഡനമുണ്ടാകുന്നു, തൊഴിൽ സ്ഥലങ്ങളിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ട് അവരെ കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാൻ നമ്മുടെ സർക്കാർ വനിതകളുടെയും കുട്ടികളുടെയും കാര്യത്തിന് പ്രത്യേക മന്ത്രാലയവും പ്രത്യേക മന്ത്രിയും അതിവേഗ കോടതിയും ഒക്കെ ഏർപ്പെടുത്തിയത് ഈ 21ാം നൂറ്റാണ്ടിലുമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വഭാവം നിലനിൽക്കുന്നു. ആരാണ് കുറ്റക്കാർ? അവിടെ കുറ്റക്കാർ പ്രധാനമായും പുരുഷന്മാരാണ്. പിന്നെ സ്ത്രീകളും ഉണ്ടാകും അവരുടെ ഭാഗത്ത് നിന്നുള്ള അനാവശ്യമായ പ്രവർത്തനങ്ങൾ. പുരുഷന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അവരെ ഒരു നിലക്കും ഉപദ്രവിക്കരുത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ അക്രമൻ നിസാഅ ഇല്ലാ കരീമുൻ വമാ അഹാനഹുന്ന ഇല്ലാ ലഈമുൻ. സ്ത്രീകളെ ആദരിക്കുക എന്നത് മാന്യന്മാർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. സ്ത്രീകളെ നിന്ദിക്കുക എന്നത് വളരെ മോശമായ, ശപിക്കപ്പെട്ട ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒരു സമൂഹത്തിന്റെ നന്മയുടെ അടയാളം ആ സമൂഹത്തിൽ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നു എന്നാണ്. വനിതാ വിമോചക പ്രസ്ഥാനങ്ങളോ അതല്ലെങ്കിൽ ഫെമിനിസ്റ്റ് നേതാക്കളോ ഒന്നും ഇങ്ങനെ പറഞ്ഞതായി അന്ന് അത്രയും മുമ്പ് പറഞ്ഞതായി നമുക്ക് കാണുക സാധ്യമല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം ഒരുപക്ഷെ നാം ഇങ്ങനെ കണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കിതാ തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. രണ്ട് കാര്യം വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിങ്ങൾ വഴി പിഴച്ചു പോവുകയില്ല. അള്ളാഹുവിന്റെ കിതാബും അവന്റെ പ്രവാചകന്റെ ചര്യയും സുന്നത്തുമാകുന്നു അത് എന്ന്. അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയും മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുകയും മാതൃക കാണിച്ചു തരികയും ചെയ്ത ശേഷമാണ് ലോകത്തോട് വിട വാങ്ങിയത്. ഇനി നമുക്ക് ആ മാർഗത്തിൽ മുന്നോട്ട് പോകുവാനുള്ള അധ്വാനമാണ് ആവശ്യമായിട്ടുള്ളത്. ചൂഷണത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷിർക്ക് കടന്നു വരുന്ന എല്ലാ വഴികളിലും ഒരു ചൂഷകനെ കാണാൻ സാധിക്കും. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഒരു ഇടത്തട്ടുകാരൻ ആവശ്യമില്ല. റബ്ബുൽ ആലമീൻ ആയ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു ഇടയാളനും വേണ്ട. പക്ഷെ ഇന്ന് നോക്കൂ നിങ്ങൾ, എല്ലാ മതസമൂഹങ്ങളിലും മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ കുറെ ദിവ്യന്മാരും സിദ്ധന്മാരും ദൈവത്തിന്റെ ആളുകളും ഇറങ്ങി നടക്കുകയാണ്.
പ്രത്യേക വേഷഭൂഷാദികളും പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുമൊക്കെയായി അവർ വരും. അവർ പറയുന്നതിന്റെ ചുരുക്കം എന്താണെന്നറിയോ? ജനങ്ങളെ, നിങ്ങളൊക്കെ പാപികളാണ്, കുറ്റം ചെയ്തു പോയവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കൂല. അത് കേൾക്കണമെങ്കിൽ പുരോഹിതന്മാരായ ഞങ്ങൾ ഇടപെട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങോട്ട് എത്തിക്കാം. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവർ ആവശ്യപ്പെടുക. അതല്ല, ഓരോ കാര്യത്തിലും ഇത്ര രൂപ സ്വർണ്ണ നാണയം അത് ഇതൊക്കെ തരണമെന്നാണ്. ആർക്കു വേണ്ടിയാണിത്? ദൈവത്തിന് വല്ലതും ആവശ്യമുണ്ടോ? ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചവന് നമ്മുടെ നാണയത്തുട്ടുകൾ ആവശ്യമുണ്ടോ? അവിടെ ചൂഷണമാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാ തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞോ, നിങ്ങൾ വിജയിക്കും. നിങ്ങളെ പിന്നെ ചൂഷണം ചെയ്യാൻ ഒരു ദിവ്യനും ഒരു സിദ്ധനും അതുപോലുള്ള ഒരു പുരോഹിതനും കടന്നു വരികയില്ല. നിങ്ങൾക്ക് നേരെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആദർശത്തിലേക്ക്, തൗഹീദിലേക്ക് മനുഷ്യൻ ഉയർന്നു വരും. അങ്ങനെ അവൻ സർവ്വവിധത്തിലുള്ള തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ പറ്റി പറഞ്ഞത് എന്താ? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ അവനാണ്, അവൻ എന്നെ നേർവഴിയിൽ നടത്തും. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവൻ ആരാണവൻ? എനിക്ക് ഭക്ഷണം തരുന്നവൻ, വെള്ളം തരുന്നവൻ. അതുപോലെ തന്നെ വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുന്നവൻ പിന്നെയും ജീവിപ്പിക്കുന്നവൻ. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതിയതി യൗമിദ്ദീൻ, ഇതൊക്കെ എണ്ണി പറഞ്ഞത് അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്. മറ്റൊരു ആയത്തിലുണ്ട് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി, അത് പറയുന്നു. അതിന് മുമ്പുണ്ട് സൂറത്തു സാഫാത്തിൽ. ഈ ആയത്ത് സൂറത്തു ശുഅറായിലാണ്. സൂറത്തു സാഫാത്തിൽ പറയുന്നത് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ ഇതാ പോവാണ് എന്റെ അള്ളാഹുവിന്റെ അടുത്തേക്ക്. ആ അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത്, ജീവിപ്പിക്കുന്നത്. വൈദാ മരീതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ രോഗം മാറ്റിത്തരുന്നവനും അവനാണ്. ഇനി എന്ത് വേണം? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു പോലെ അവന്റെ അടിമക്ക് എന്ന ചോദ്യത്തിന് അള്ളാഹു മതി എന്ന് പറയാൻ തൗഹീദുള്ള ആളുകൾക്ക് സാധിക്കും. അവിടെയും രോഗം വന്നാൽ ഇവിടെ, ആഗ്രഹ സഫലീകരണത്തിന് അവിടെ, സന്താന ലാഭത്തിന് ഇവിടെ, പരീക്ഷ പാസ്സാവാൻ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസി സമൂഹത്തെ വഴിതിരിച്ചിരുന്ന ആളുകളോട് നമുക്ക് പറയാൻ കഴിയണം, അല്ലാഹു അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരീതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ. ഇതൊക്കെയാണ് അല്ലാഹു. ഇങ്ങനെയൊക്കെയാണ് അല്ലാഹുവിന്റെ വിശേഷണം. അതുകൊണ്ട് എനിക്ക് അല്ലാഹു മതി എന്ന് പറയാൻ വിശ്വാസികൾക്ക് സാധിക്കണം. നമ്മൾ ബലി നടത്തുന്ന ദിവസമാണ് ഇന്നും 3 ദിവസവും. ഈ ബലിയുടെ ആശയം ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന് സമർപ്പിക്കുക എന്നതാണ്. അല്ലാഹുവിന് രക്തവും മാംസവും ഒന്നും ആവശ്യമില്ല. ലാ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, പക്ഷേ വലാകി യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അല്ലാഹുവിലേക്ക് എത്തുക. ബലി നടത്തുമ്പോൾ നിങ്ങളുടെ വിചാരം എന്താണ്? നിയ്യത്ത് എന്താണ്? അല്ലാഹുവേ ലക വ മിൻക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ ഇത് നിനക്കാണ്, ഇത് നിന്നിൽ നിന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലി അറുത്തു. ബലിമാംസം കളയാൻ പാടില്ല. ബലിമാംസം ഫകുലൂ മിൻഹാ വഅതീനുൽ ബാഇസൽ ഫഖീർ, അത് നിങ്ങൾ തിന്നുക, അതുപോലെ പാവപ്പെട്ട ആളുകൾക്കും പ്രയാസമുള്ളവർക്കും കൊടുക്കുക. ഇത്രയധികം മാംസാഹാരം ഒരു ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനിടയിൽ, അതും വളരെ പോഷക മൂല്യങ്ങളുള്ളത്, യാതൊരു ന്യൂനതയും ഇല്ലാത്തത്, രോഗം പിടിച്ച മൃഗത്തിൻ്റെതല്ലാത്തത്, സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു ഭക്ഷ്യവിതരണം ഈ പെരുന്നാളിനല്ലാതെ നമുക്ക് കാണുക സാധ്യമല്ല. ഇതിനേക്കാൾ ഏറെ മൃഗങ്ങളെ ഇവിടെ അറുക്കുന്നുണ്ട്, ആളുകൾ തിന്നുന്നുണ്ട്. പക്ഷെ ഒക്കെ കാശ് കൊടുത്ത് വാങ്ങി റെസ്റ്റോറന്റ് പോയി തിന്നതാണ്. അതിനാർക്കും അത് എതിർപ്പില്ല. ഉദഹ്യത്തിറക്കുമ്പോഴേക്ക് അതൊരു ക്രൂരതയാണ്, റഹ്മാനായ അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനാണ് ഈ ലോകത്തിന്റെ കേന്ദ്രബിന്ദു. മനുഷ്യൻ മാത്രമാണ് ഇങ്ങനെ വളരുന്നതും ഗവേഷണം നടത്തുന്നതും ആധുനികമായ ജീവിതം നയിക്കുന്നതും. മറ്റ് ജീവികളൊക്കെ മനുഷ്യനെ സഹായിക്കാനാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്ന കാലം മുതൽക്ക് മാംസാഹാരം കഴിക്കുന്നുണ്ട്. പിടഞ്ഞു മരിക്കുകയല്ലേ ബലി നടത്തുമ്പോൾ? പിടഞ്ഞെന്നാണ് മരിക്കെല്ലാം.
മത്സ്യം പിടിച്ച് കരയിലിട്ട പരന്നു മരിക്കും. എന്തിനേറെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൂടെ ഉറുമ്പുകളും മറ്റു പ്രാണികളും ചത്തുപോകുന്നുണ്ടാകും. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാൽ എത്രയോ ജീവികൾ അതിൽ ചത്തുപോകുന്നുണ്ടാവും. സോപ്പ് തേച്ച് കുളിച്ചാൽ കുറെ ജീവികൾ നശിക്കുന്നുണ്ടാകും. ഇതൊക്കെ പോട്ടെ, മരങ്ങൾക്കും സസ്യങ്ങൾക്കും ചെടികൾക്കും ജീവനുണ്ട് എന്നാണ്. അപ്പൊ പഴം കഴിച്ചാൽ, മരം മുറിച്ചാൽ അങ്ങനെ ആക്ഷേപിക്കുക സാധ്യമല്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മൃഗങ്ങളെ അറുക്കുന്ന സമയത്ത് വേഗം ജീവൻ പോകണം, ഉപദ്രവിക്കരുത്, നല്ല മൂർച്ചയുള്ള കത്തികൊണ്ട് അറുക്കണം എന്നൊക്കെ പറയുന്നത്. ഇന്ന് മുതൽക്കുള്ള 3 ദിവസം നമുക്ക് തക്ബീർ ചൊല്ലാനുള്ളതാണ്. അയ്യാമത്തെ തശ്രീഖ് അസർ വരെ നമ്മൾ തക്ബീർ ചൊല്ലുന്നതും ഈ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുറെ സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടുകാർ കുവൈറ്റിൽ ഒരു ദുരന്തത്തിൽപ്പെട്ട് കുറെ പേർ മരിച്ചുപോയി. കുറെ ആളുകൾ അതിൽ പരിക്ക് പറ്റി. നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ എന്ന നിലക്കും മനുഷ്യരെന്ന നിലക്കും അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവർക്ക് എത്രയും വേഗം സുഖം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും. നമ്മുടെ സഹോദരങ്ങൾ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു പരീക്ഷണം നേരിടുകയാണ്. പലസ്തീനിൽ ഗസയിലുള്ള ആളുകൾ അവരുടെ ജനിച്ച നാടിന് വേണ്ടി, അവിടെയുള്ള ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി, ബൈത്തുൽ മഖ്ദിസിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ നൽകി പോരാടി മരിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനവും വിജയവും നൽകുമാറാകട്ടെ. ലോക രാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ തിരിയണമെന്നും കൂടി നമ്മൾ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന എല്ലാ വർഗീയതയും വിഭാഗീയതയും തീവ്രവാദവും ഇല്ലായ്മ ചെയ്യുന്നതിന് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് പ്രത്യേക ബാധ്യതയുണ്ട് എന്നുകൂടി അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم.